പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി ടി വി സീരീസിന്റെ സീസൺ 3 17ാമത്തെ എപ്പിസോഡിന്റെ 2ാമത്തെ പാർട്ടിയുടെ എക്സ്പ്ലനേഷൻ ആണ്. ഒരുപാടധികം നാളിന് ശേഷം വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ സപ്പോർട്ടൊക്കെ വളരെയധികം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ കാണുന്ന ആൾക്കാർ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് മുഷിപ്പിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങി കാണിക്കുന്നത് മാർസ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗനെ തന്റെ ടീമിൽ കയറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂഗ ആരുടെ ടീമിൽ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സേക്കോന്റെ ടീം മാസ്റ്ററിന്റെ സ്റ്റാച്ചു ഒട്ടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഷിപ്പിന്റെ അടുത്ത് നിൽക്കുന്ന ബാർക്കിന്റെ അടുത്തേക്ക് കിരാസാമി വരികയാണ്. സേക്കുവിനെ അടിക്കാൻ വേണ്ടി വരുന്ന മാർസിനെ നമ്മുടെ ഹ്യൂഗ തീർക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ ഹ്യൂഗ സേക്കുവിന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ സേക്കു ടീമും അവിടെ നിന്ന് പോവുകയാണ്. നീയും അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് നമ്മുടെ ഹ്യൂഗ പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗെന്നാണെങ്കിൽ ഓരോ ചീപ്പ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും പേടിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹ്യൂഗയോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ മാർസ് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂഗ ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പേടിയാണോ? ഇതേ സമയത്ത് തന്നെ നമ്മുടെ മാർസ് ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ നമ്മുടെ ഹ്യൂഗയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരികയാണ്. നമ്മുടെ സേക്കോ ആണെങ്കിൽ നമുക്ക് തിരിച്ച് ഐലൻഡിലേക്ക് പോകണമെന്ന് ബാക്കിയുള്ളവരോട് പറയുക. ഐലൻഡ് മുഴുവൻ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി പോകുകയല്ല എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഐലൻഡിൽ പോയേ സാധിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ഹ്യൂഗയും ക്രോമും എപ്പോൾ വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. നീ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ ഉറപ്പായിട്ട് ഫൈറ്റ് ചെയ്യും, ഒരു ദയം നീ പ്രതീക്ഷിക്കണ്ട. അപ്പൊ നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണോ? എന്നാൽ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർസ് ആണെങ്കിൽ ഒറ്റ അടിക്കാൻ തന്നെ നമ്മുടെ ഹ്യൂഗനെ തറയിലിടുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ബാർക്ക് ആണെങ്കിൽ ആ പെട്രിഫൈ ചെയ്യുന്ന വെപ്പൺ എടുത്തിട്ട് ഹിറൂറ ആഷിയുടെ കയ്യിൽ കൊടുക്കും. ഐലൻഡിന്റെ സെന്ററിലേക്ക് പോയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇത് കേട്ട കിരാസാമി ചോദിക്കുകയാണ്, ഈ ഐലൻഡ് മുഴുവനും നീ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി പോകുകയാണോ? സോ ഈ വെപ്പൺ യൂസ് ചെയ്യാൻ വേണ്ടി പോയാൽ ഉറപ്പായിട്ടും അവനും പെട്രിഫൈ ആകും. എന്ത് പറ്റിയ എനിക്ക് എന്തുവാ? അത് മാത്രമല്ല ഇത് മാസ്റ്ററിന്റെ ഓർഡർ ആണ്. മാസ്റ്ററിന്റെ ഓർഡറോ എന്ന് പോയിട്ട് നമ്മുടെ കിരാസാമി ചിന്തിക്കുകയാണ്. മാസ്റ്റർ, നിങ്ങൾക്ക് ഇവിടെ മുഴുവനും കല്ലാക്കാൻ വേണ്ടി സാധിക്കത്തില്ലേ? കിരാസാമിയൊക്കെ കുഞ്ഞിലായിട്ടുള്ള സമയത്ത് ഈ കാര്യം മാസ്റ്ററിനോട് ചോദിക്കുകയാണ്. ഇതൊന്ന് ഉപയോഗിച്ച് ഈ പവർ വെറുതെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ മാസ്റ്റർ പറയുന്നു. മോൺസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരാസാമി പേടിക്കുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ ആണെങ്കിൽ ആ സ്ഥലം മാറ്റി നോക്കിയിട്ട് പറയുകയാണ്, ഇത് ജസ്റ്റ് ഒരു സ്കെയറി ക്രോ. പവർ എന്ന് പറയുന്നത് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പവർ അല്ല, ഈ നേച്ചറിന് മുഴുവനായിട്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു പവറാണ്. നമ്മുടെ മാസ്റ്റർ പറഞ്ഞ കാര്യം നമ്മുടെ കിരാസാമി ചിന്തിക്കുകയാണ്. നമ്മുടെ ദേശത്തോട് നമ്മുടെ കിരാസാമി ചോദിക്കുകയാണ്, ഹേയ് ഇബാറ, നീ സത്യം പറഞ്ഞോ? ഇത് ശരിക്കും മാസ്റ്ററിന്റെ ഓർഡർ തന്നെയാണോ? എല്ലാവരും ഇത് നോക്ക്, നിങ്ങളുടെ മാസ്റ്ററും ഇവിടെ കല്ലായിട്ട് തന്നെയാണ് ഉള്ളത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാസ്റ്ററെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കണ്ട കിരാസാമിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മാസ്റ്ററും പെട്രിഫൈ ആയോ? എന്താ ഇതെല്ലാം എന്ന് നമ്മുടെ കിരാസാമി ചോദിക്കുന്നു. 1 സെക്കൻഡ് 1 മീറ്റർ എന്നുമായിട്ട് നമ്മുടെ ഇബാറ സാമിനെ പെട്രിഫൈ ചെയ്യുകയാണ്. സോ കിരാസാമി ആ വെപ്പൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കിരാസാമിനെ കൊണ്ട് സാധിക്കുന്നില്ല. കിരാസാമിയും ഇപ്പോൾ സ്റ്റാച്ചു ആയി മാറിയിരിക്കുന്നു. പറ്റിയും എന്റെ വെപ്പണെ കുറിച്ചും അറിയാവുന്നത് നീ മാത്രമായിരുന്നു എന്നുമായിട്ട് നമ്മുടെ കിരാസാമിനെ ആ വെള്ളത്തിലേക്ക് തെള്ളിയിടുകയാണ്. അങ്ങനെ നമ്മുടെ ഇബാറ പെട്രിഫൈ വെപ്പൺ യൂസ് ചെയ്തിട്ട് ആ ഐലൻഡ് മുഴുവൻ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇബാറയുടെ കയ്യിൽ നിന്ന് ചോര വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ പോലീസ് മാൻ ആണെങ്കിൽ തോക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇബാറയുടെ കയ്യിലേക്ക് വെടിവെച്ചിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇബാറയുടെ കയ്യിൽ നിന്ന് വെപ്പൺ താഴേക്ക് വീഴുകയാണ്. ആ വെപ്പൺ നമ്മുടെ പോലീസ്മാൻ കറക്റ്റ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ മാസ്റ്റർ പെട്രിഫൈ ആയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. സോ അത് മാത്രമല്ല, പെട്രിഫൈ വെപ്പൺ നമ്മുടെ പോലീസ്മാന്റെ കയ്യിലുമായിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ബ്ലീച്ച് ഫാൻസ് പേടിക്കേണ്ട, ബ്ലീച്ചിന്റെ എപ്പിസോഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിന് 1K വ്യൂസ് ആവുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.